ഇന്നത്തെ നമ്മളെ ടോപ്പിക് ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025-2026 സീസണിലേക്കുള്ള ഫോർമാറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025-2026 സീസണിലേക്കുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് കടക്കാം. ഫോർമാറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് ആ ഫോർമാറ്റിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് മത്സരങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു. അതായത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മത്സരങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അഥവാ 7 ടീമുകൾ വീതം. രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് പറയുന്നത് ഹോം ഹെവേ മത്സരങ്ങൾ ഇല്ല. നമുക്കറിയാം ഇതുവരെ, അതായത് കഴിഞ്ഞ വരെയുള്ള ISL സീസണുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ സീസണുകളും ഹോം ഹെവേ മത്സരങ്ങളായിരുന്നു. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വന്നിട്ടുള്ള ISLൽ വന്നിട്ടുള്ള രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഹോം ഹെവേ മത്സരങ്ങൾ ഇല്ല. പകരം സെൻട്രൽ വെന്യൂകളിൽ വെച്ച് പോരാട്ടങ്ങൾ, അത് കൂടുതലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ആ മത്സരം നടക്കുമ്പോൾ, അതായത് അടുത്ത സീസണിലുള്ള ISL നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനത്തെ സെൻട്രൽ വെന്യൂകളിലേക്ക് പറയുമ്പോൾ അടിപൊളി മത്സരമാവോ അതോ ഹോം ഹെവി മത്സരങ്ങളാണോ അടിപൊളി, അതോ ഇതുപോലത്തെ സെൻട്രൽ വെന്യൂകളിലുള്ള മത്സരങ്ങളാവോ അടിപൊളി എന്നുള്ളത് നമുക്ക് ഇനി വരുമ്പോൾ തന്നെ മനസ്സിലാകാനായിട്ട് കഴിയും കേട്ടോ. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത് ഗ്രൂപ്പിൽ എല്ലാ ടീമുകളുമായി 2 മത്സരങ്ങൾ വീതം, ഒരു ടീമിന് 12 മത്സരങ്ങൾ എന്നാണ് മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത്. അഥവാ ഗ്രൂപ്പിൽ എല്ലാ ടീമുകളുമായി 2 മത്സരങ്ങൾ വീതം, ഒരു ടീമിന് 12 മത്സരങ്ങൾ എന്നാണ് പറയുന്നത്. നാലാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 4 ടീമുകൾ വീതം 4 ടീമുകൾ വീതം നോക്കൗട്ട് പോരാട്ടത്തിലേക്ക് എന്നാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോക്കൗട്ട് പോരാട്ടങ്ങൾ സിംഗിൾ ലെഗ് ഫോർമാറ്റിൽ, അഥവാ ക്വാർട്ടർ, സെമി ഫൈനൽ. അത് പിന്നെ വല്ലതായിട്ട് കുഴപ്പമില്ല. സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു മാറ്റമുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. ഒന്നുകൂടി നമുക്ക് ആ പോയിന്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി പറയാം. നമുക്ക് ആ പോയിന്റിലേക്ക് കിടക്കാം. നോക്കൗട്ട് പോരാട്ടങ്ങൾ സിംഗിൾ ലെഗ് ഫോർമാറ്റിലേക്ക്, അഥവാ നമുക്കറിയാം ഇതുവരെയുള്ള സീസണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ 2 സെമി ഫൈനൽ, അതേപോലെ തന്നെ 2 ക്വാർട്ടറൊക്കെ ഉണ്ടാവില്ലുണ്ടല്ലോ. 2 സെമി ഫൈനൽ എന്തായാലും ഉണ്ടാവില്ലുണ്ട്, 2 ക്വാർട്ടറും ഉണ്ടാവില്ലുണ്ടല്ലോ. അത് ഉണ്ടാവില്ല. പകരം ഒരു ക്വാർട്ടർ, ഒരു സെമി, ഒരു ഫൈനൽ. അതായത് ക്വാർട്ടറിൽ ഔട്ടായ പിന്നെ പോയി അങ്ങനെ ഒരു ക്വാർട്ടർ, ഒരു സെമി, ഒരു ഫൈനൽ, അങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അഥവാ ISL 2025-2026 സീസണുകളിലേക്കുള്ള ഫോർമാറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനോടുള്ള നിങ്ങളുടെ മറുപടി എന്താണെന്ന്, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ISL ഒക്കെ മാറ്റിയിട്ട് പുതിയൊരു ISL വരാനായിട്ട് പോകുകയാണ്. അപ്പോൾ പഴയ ISLൻ്റെ അത്ര ഒരു മെന ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഹോം ഹെവി മത്സരങ്ങളാണ് സത്യത്തിൽ അടിപൊളിയായിട്ടുള്ളത്. കാരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നമുക്കറിയാം കഴിഞ്ഞ ISL സീസണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞെന്നല്ല ഇതുവരെയുള്ള ISL സീസണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു ടീം, എനിക്കിഷ്ടപ്പെട്ട ടീം, നമ്മളെല്ലാം മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടീമാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ നമ്മൾ കൊൽക്കത്തയിൽ പോയിക്കാണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മൾ കൊൽക്കത്തയിൽ പോയിക്കാണ്ട് അതായത് ATK മോഹൻബഗാനായിട്ട് നമ്മൾ തോറ്റു. അപ്പോൾ എന്നിട്ട് നമ്മൾ കൊച്ചിക്ക് അടുത്ത മത്സരം കൊച്ചിയിലെ ചെയ്യാറല്ല നടക്കുക. നമ്മൾ അവിടുത്തെ ആൾക്കാരോടൊക്കെ പറയും ഇങ്ങനെ കൊച്ചിക്ക് വാ, കൊച്ചി വന്ന് നിനക്ക് തരാം, ഞങ്ങൾ അങ്ങനെ തട്ടകത്തിൽ വന്നിട്ട് ഞങ്ങൾ തരാം എന്നൊക്കെ പറയുമ്പോൾ ഒരു അടിപൊളിയാണ്. ഇനിയിപ്പോൾ അഥവാ കൊച്ചി വന്ന് തോറ്റാലും നമ്മൾ ആ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ വൈബായിരുന്നു. അപ്പോൾ അതൊക്കെ പോകും. ഏതായാലും നമുക്ക് എല്ലാം വരുന്ന വെച്ച് കാണാം എന്ന് തന്നെ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു തന്നതാ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.